أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. ഏറെ ബഹുമാന്യരായ അമീർ, ഷെയ്ഖ് സാഹിബ്, എഞ്ചിനീയർ മുഹമ്മദ് സാഹിബ്, ഡോക്ടർ, പ്രിയപ്പെട്ടവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സക്കാത്ത് ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നമ്മളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നിവിടെ നടന്നു കഴിഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലം ജില്ലയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ജില്ലയിലെ തന്നെ ഒരു പ്രദേശമായ അച്ചൻകോവിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സന്ദർശിച്ചിരുന്നു. അച്ചൻകോവിൽ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് വനത്തിലൂടെ, ഫോറസ്റ്റിലൂടെ 35 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം ഈ അച്ചൻകോവിൽ എന്ന് പറയുന്നൊരു പ്രദേശത്തെത്താൻ. 26 മുസ്ലിം കുടുംബമാണ് അവിടെയുള്ളത്. നല്ലപോലെ ജോലിയില്ലാത്ത, അങ്ങനെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത, അടിസ്ഥാന ആവശ്യങ്ങൾ, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിലുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊന്നും പൂർണ്ണതയില്ലാത്ത ഒരു പിന്നോക്ക വന പ്രദേശമാണ് യഥാർത്ഥത്തിൽ അച്ചൻകോവിൽ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. പലപ്പോഴും കാട്ടിൽ പോയിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ, വിറകോ അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ ഫലങ്ങളോ ഒക്കെ വിറ്റിട്ടാണ് പലപ്പോഴും പല വീടുകളിലെയും അടുപ്പ് അവിടെ കത്താറുള്ളത്. പറഞ്ഞു വരുന്നത്, അവിടെ ഒരു മാംസവിൽപ്പനക്കാരനായ 26 മുസ്ലിം കുടുംബത്തിലെ ആ പ്രദേശത്തിന് വേണ്ടിയിട്ട് മാംസവിൽപ്പനക്കാരനായ ഒരാളെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, 3 വർഷങ്ങൾക്ക് മുമ്പ് ബൈത്ത് സക്കാത്ത് കേരളയുടെ ഒരു സക്കാത്ത് വിഹിതത്തിലുള്ള ഒരു തുക എനിക്ക് കിട്ടി. മൂലധനമായിട്ട് ജീവിതത്തിൽ അത് വന്നു ചേർന്നു. ഈ പ്രദേശത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്ന ആലോചനയിലാണ് ഈ പ്രദേശത്തിന് വേണ്ടിയിട്ടൊരു മാംസ വിൽപ്പനശാല, ഒരു കച്ചവടം തുടങ്ങാമെന്ന് വെച്ചിട്ടുള്ളത്. തമിഴ്നാടിൻ്റെ തെങ്കാശിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. തെങ്കാശിയിലേക്ക് 20 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ എത്തും. അതാണ് കൊല്ലം ജില്ലയിലെ, കേരളത്തിലെ ഈ പ്രദേശം. അൽഹംദുലില്ലാ 3 വർഷമായിട്ട് ഈ പ്രദേശത്തിൽ വെള്ളി, ഞായർ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലുമായിട്ട് തെങ്കാശി പോയിട്ട് നല്ല പോത്തു കൊണ്ടുവരും. 40 കിലോ ഇറച്ചി ഇവിടുന്ന് വിൽപ്പന നടത്തും. അൽഹംദുലില്ലാ ഉണ്ടായിരുന്ന കടം വീടി. എൻ്റെ വീട് അടിസ്ഥാന സൗകര്യങ്ങളില്ലായിരുന്നു. ഒരു റൂം ഞാൻ നേരത്തെ അത് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കെട്ടിയ ടാർപ്പായായിരുന്നു. ഞാനും എനിക്ക് ഭാര്യയും എൻ്റെ 3 മക്കളുമാണ്. പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരു റൂം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സന്തോഷമാണ്. റൂമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത്, നമ്മുടെ ബാത്റൂമിന് നമ്മൾ ചിലവഴിക്കുന്ന തുക പോലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുള്ള റൂമിന് അദ്ദേഹം ചിലവാക്കിയിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബാത്റൂമിനുള്ള ഒരു ചിലവൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന അടച്ചുറപ്പുള്ള ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, യഥാർത്ഥത്തിൽ സക്കാത്ത് എന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതാണ്. നേരത്തെ അമീറിൻ്റെ പ്രഭാഷണത്തിൽ, ഷെയ്ഖ് സാഹിബിൻ്റെ പ്രഭാഷണത്തിൽ, എഞ്ചിനീയറുടെ സംസാരത്തിൽ വന്നു കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. കൊടുക്കുന്നവനൊന്നും അദ്ദേഹത്തിൻ്റെ മോള്, അതാണ് ഏറ്റവും രസം. മോള് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ 10 കഴിഞ്ഞാലൊന്നും പഠിക്കാനല്ല, മന്ന ഇസ്ലാമിയ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സന്തോഷവാനാണ്, ജീവിതത്തിൽ ഞാൻ സന്തോഷവാനാണ്. 3 ദിവസങ്ങളെങ്കിലും ആഴ്ചയിൽ എനിക്ക് വിൽപ്പന നടത്താറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇസ്ലാമിൻ്റെ വളരെ തനിമയുള്ള, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സക്കാത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നേരത്തെ ഇവരെ പറഞ്ഞ വാക്കുകൾക്ക്, സംസാരിച്ച വാക്കുകൾക്ക് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളീ പറയുന്ന സക്കാത്തിനെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് നമ്മളൊരു തജ്ദീദി മൂവ്മെൻ്റാണ്, വലിയ വിപ്ലവം കൊണ്ടുവന്ന ആളുകളാണ്. ഇന്ത്യ രാജ്യത്തും ലോകത്തും തന്നെ ഒരു നവോത്ഥാന പരിവർത്തനം നടത്തിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മുടെ മൂവ്മെൻറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. എണ്ണി പറയാറുണ്ട്. ഒരു ദീനിനെ, ആ ദീനിനെ ഇവിടുത്തെ കൊളോണിയൽ കടന്നുകയറ്റത്തിൽ, സാമ്രാജ്യത്വത്തിൻ്റെയും കൊളോണിയലിൻ്റെയും കടന്നുകയറ്റത്തോടു കൂടിയിട്ട് ദീനിനെ ചുരുക്കിക്കൊണ്ട് കേവലം ഒരു വട്ടത്തിൽ മാത്രം ദീനിനെ പുനഃസ്ഥാപിച്ചെടുത്ത് നിന്നാണ്
ദീൻ എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ് എന്നും ഒരു ആശയമാണ് എന്നും ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു വലിയ ഒരു അംഗീകാരം യഥാർത്ഥത്തിൽ നമുക്കുണ്ട്. പല വിഷയങ്ങൾ ദീനിൻ്റെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ദീന്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ നവോത്ഥാന ധർമ്മം നമുക്കറിയാൻ പറ്റുമല്ലോ. നവോത്ഥാന നായകന്മാർ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയാണ് നവോത്ഥാന നായകനായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ പറയാറുള്ളത്. എന്ത് നവോത്ഥാനമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ അവിടുത്തെ ഓരോ ദീനിൻ്റെയും ജിഹാദിനെ കുറിച്ചിട്ട് നമ്മളെന്താ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്, ദീനിനെ കുറിച്ചിട്ട് നമ്മളെന്താ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കടന്നുകയറ്റത്തിൽ നിന്ന് ഒരു വിലയില്ലാത്ത, നമ്മുടെ സാധാരണ നമ്മൾ തമാശക്ക് പറയലുണ്ടല്ലോ, കഥക് മുട്ടിയിട്ട് വരുന്ന ആളുകൾക്ക് 27 രാവിൻ്റെ ദിവസത്തിൽ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഒന്നിനെയാണ് സക്കാത്ത് എന്ന് നിങ്ങൾ വിശദീകരിക്കുന്നില്ല. അതല്ല ഇസ്ലാമിൻ്റെ സക്കാത്ത്. അതിന് വ്യവസ്ഥ ഉണ്ട്, അതിൽ ആമിലുകളുണ്ട്, അതിന് പണിയെടുക്കുന്ന ആളുകളുണ്ട്, അതിന് സിസ്റ്റമുണ്ട്, അതിന് സംവിധാനമുണ്ട്. നിങ്ങൾ ഇമാമ് പള്ളി ഉണ്ടാക്കിയാൽ ഇമാമിനെ നിർത്തുന്നത് പോലെ, പള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചന നടത്തുന്നത് പോലെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് സക്കാത്തിൻ്റെ സംവിധാനത്തിന് വേണ്ടിയിട്ട് ആലോചന നടത്തണം എന്ന് പഠിപ്പിച്ച ദീനാണിത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒന്നാണ് പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ സക്കാത്ത് എന്ന് പറയുന്നത്. നമസ്കാരത്തെക്കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ട് പറയും, ഹജ്ജിനെ കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ട് പറയും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് വിമാനത്തിന് വില കൂടിയപ്പോഴേക്ക് നമ്മുടെ കൂട്ടത്തിലെ പല പ്രതികരണങ്ങളും വന്നു കഴിഞ്ഞു. ഹജ്ജ് യാത്ര, കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും വന്നു കഴിഞ്ഞു. ഓർക്കാതെ പോലും സക്കാത്തിനെ കുറിച്ചിട്ട്, ഈ സക്കാത്ത് സാധാരണഗതിയിൽ വേറെ എന്തെങ്കിലും പദം പ്രയോഗിച്ചാൽ മതിയായിരുന്നു. സക്കാത്തിൻ്റെ പദം എന്ന് പറയാൻ നമുക്കറിയാം ശുദ്ധീകരണം എന്നുള്ളതാണ്, വളർച്ച എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വളർച്ച? നമ്മളറിയണം, യൂറോപ്പിലും അമേരിക്കയിലും അടക്കം ഫാക്കൽറ്റികളും ഡിപ്പാർട്ട്മെൻറ്റുകളും, നേരത്തെ ഡോക്ടർ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഫാക്കൽറ്റികളും ഡിപ്പാർട്ട്മെൻറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ നമ്മുടെ ഒരു പാരമ്പര്യ കെട്ടുപാടുകളിൽ നിന്ന് കുടുക്കി അതെങ്ങാനും പറഞ്ഞു പോയാൽ സക്കാത്തിന് എന്തെങ്കിലും ഒക്കെ ഇങ്ങനൊരു സിസ്റ്റം സക്കാത്തിനില്ല, ബൈത്തുൽ സക്കാത്ത് സംവിധാനമില്ല, അങ്ങനെ ഒരു ഇസ്ലാമികമായൊരു സംവിധാനത്തിൽ സക്കാത്തില്ല എന്ന് പറയുന്നിടത്തേക്ക് തിരുത്തുക എന്നൊരു പണിയും കൂടിയും പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നതും കൂടിയും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഒരു കാര്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് സാഹിബ് നേരത്തെ സംസാരിച്ച കാര്യത്തിന് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത്, പ്രബോധകരാവുക, പ്രചാരകരാവുക എന്നുള്ളത്. നമ്മൾ ഇവിടുന്ന് ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഒരു പക്ഷേ കോഴിക്കോട് പരിസരത്തിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് വന്ന ആളുകളാണ്. മഹലിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ടാവും, അവിടുത്തെ സക്കാത്ത് സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ടാവും. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണഗതിയിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തും, ദഅ്വാ പ്രവർത്തനം നടത്തും. അതുപോലെ തന്നെ നമസ്കരിക്കാത്ത ഒരാളെ പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ പസ്കാരത്തിന് വരുന്നില്ല എന്ന് പറയും. ഹജ്ജിൻ്റെ കാലാകുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഹജ്ജിന് അപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. നോമ്പിൻ്റെ കാലാകുമ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഒരുക്കങ്ങളും നമ്മൾ നടത്തും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംവിധാനത്തെ ഇന്നാളോട് നമ്മൾ പോയിട്ട് കാണണം, അപ്പോയിൻമെൻ്റ് എടുക്കണം, സംസാരിക്കണം. നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ സക്കാത്തിനെ കുറിച്ചിട്ട് അവരോട് സംസാരിക്കണം. നമ്മൾ സാധാരണഗതിയിലുണ്ടല്ലോ, ഇപ്പോൾ 5 ലക്ഷം, ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു 5 ലക്ഷം എന്ന് പറയുന്നത്, ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% 12,500 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ധനമല്ല, അത് ഇന്ന ആളുകൾക്ക് കൊടുക്കണം. ദീനിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ വ്യത്യസ്ത മഹല്ലുകളെ പ്രതിനിധീകരിച്ച് സക്കാത്ത് സംവിധാനത്തെ പ്രതിനിധീകരിച്ച് വന്ന ആളുകളാണ് നമ്മളെയെങ്കിൽ നമ്മുടെ പ്രദേശം മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ മതി. അടുത്ത 1 വർഷം പോകുമ്പോഴേക്ക് 2 വർഷമാകുമ്പോഴേക്ക് വമ്പിച്ച സ്വഭാവത്തിൽ എന്താണോ ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ കൺസെപ്റ്റ് അത് പൂർത്തീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. വലിയ ദൗത്യം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം, നേരത്തെ അമീർ അത് സംസാരിച്ചിട്ടുണ്ട്, രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, ഗ്യാൻവ്യാപ്പി എന്ന് പറയുന്ന പള്ളിയെക്കുറിച്ചിട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതൊക്കെ ചിലതൊക്കെ കേൾക്കുമ്പം അസ്വസ്ഥരാവാറുണ്ട് നമ്മൾ. ഞാൻ പറയുന്നു, അതുപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ച് കേൾക്കുമ്പം, ഹജ്ജിനെ കുറിച്ച് കേൾക്കുമ്പം, നോമ്പിനെക്കുറിച്ച് കേൾക്കുമ്പം നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് പോലെ തന്നെ സക്കാത്ത് സംവിധാനത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ അസ്വസ്ഥപ്പെടണം. നമ്മൾ തന്നെ ഏറ്റെടുക്കണം, ഇതിൻ്റെ പ്രചാരകരാവണം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രബോധകരാവണം. ഇസ്ലാമിലെ എല്ലാ ആരാധനകളും നമുക്കറിയാൻ പറ്റും, അത് ഒരുമിച്ചുള്ള ആരാധനയാണ്. നമസ്കാരം ഒരുമിച്ചാണ്, നമുക്കറിയാൻ പറ്റില്ല. ഇളവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ജമാഅത്തായിട്ട് നിങ്ങൾ നമസ്കരിക്കണം എന്നുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുമിച്ചാണ്, ഹജ്ജ് എന്ന് പറയുന്നത് ഒരുമിച്ചാണ്. പക്ഷേ സക്കാത്തിൻ്റെ വിഷയം വരുമ്പം അത് നിങ്ങളെ സ്വസ്ഥത പോലെ, നിങ്ങളെ കഴിവ് പോലെ അത് നിങ്ങൾ കൊടുത്തോളി എന്നുള്ള അവിടുത്തെ ഒരു പാരമ്പര്യ ഫത്വകൾക്കപ്പുറം ചിലത് സമൂഹത്തിന് സമർപ്പിക്കാനുണ്ട്. അങ്ങനെ സമർപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് പ്രിയ
പ്രിയപ്പെട്ടവരെ നമ്മളിലൂടെ അത് ഏറ്റെടുക്കണം, നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റെടുക്കണം, നമ്മുടെ മഹല്ലുകളിൽ അത് ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിനുള്ള നമുക്കൊരു പ്രചോദനമാവട്ടെ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതിൻ്റെ പ്രചാരകരാവുക, പ്രബോധകരാവുക, ഒരു ലക്ഷ്യം നമുക്കുണ്ടാവുക. ഈ ഒരു വർഷം, ഓരോ വർഷവുമാണല്ലോ സക്കാത്തിൻ്റെ വിഹിതവും സക്കാത്തിൻ്റെ ശേഖരണം നടക്കുന്നത്. ആ ഒരു വർഷം ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രദേശത്ത് ഈ സ്വഭാവത്തിലുള്ള ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്, ഈ ഒരു വർഷം അതെങ്ങനെ നടക്കും. ടാർഗറ്റ് ഉണ്ടാവണം, ആളുകളെ കാണും, അവരുടെ സക്കാത്തിൻ്റെ വിഹിതം നമ്മൾ ചോദിക്കും. അത് തന്നെ ഒരു ഇസ്ലാമിക പ്രവർത്തനമാണ്. കാരണം വെച്ചാൽ സക്കാത്ത് നൽകൂല എന്ന് പറഞ്ഞപ്പോഴല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത്. സക്കാത്ത് നൽകൂല എന്ന് പറഞ്ഞപ്പോഴല്ല, ബൈത്തു സക്കാത്തിലേക്ക്, ഇസ്ലാമിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്തായിരുന്നോ റസൂലിൻ്റെ കാലത്ത് കൊടുത്തിരുന്നത് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുമായി കൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, അതുപോലെ തന്നെ അതിനനുസരിച്ച് കൊണ്ട് പദ്ധതികൾ ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. അതിനുള്ള ഒന്നായിട്ട് നമ്മുടെ ഈ ക്യാമ്പയിൻ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രാർത്ഥനകൾ, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.